1A ഏഴാമത്തെ ഭാഗമാണ്. ഗ്രാമസഭയുടെ അധികാരത്തിൽപ്പെട്ട ഏത് പ്രശ്നത്തെക്കുറിച്ചും അതിൻ്റെ യോഗത്തിൽ ഭൂരിപക്ഷ അടിസ്ഥാനത്തിൽ പ്രമേയം പാസാക്കാവുന്നതും എന്നാൽ കഴിയുന്നിടത്തോളം പൊതുസമ്മതത്തോടുകൂടി തീരുമാനം എടുക്കാൻ ശ്രമിക്കേണ്ടതുമാണ്. അപ്പം നിലവിൽ അജണ്ടയിൽ ഇല്ലാത്ത വിഷയങ്ങൾ അധ്യക്ഷൻ അനുവദിച്ചാൽ പ്രമേയത്തോടെ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് അത് വോട്ടിനിട്ടോ അല്ലെങ്കിൽ അല്ലാതെയോ എന്തു ചെയ്യാം, തീരുമാനമെടുക്കാം. ഇപ്പോൾ ഗ്രാമസഭയിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ട വിഷയം ഗ്രാമസഭയുടെ അജണ്ടയിൽ വരുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, വാർഡ് മെമ്പറെ കണ്ടിട്ട് പ്രമേയം അവതരിപ്പിക്കാൻ അനുമതി വാങ്ങുക. ഇല്ല, അത് അനുവദിച്ചില്ലെങ്കിൽ അധ്യക്ഷനോട് പറഞ്ഞിട്ട് അനുമതി വാങ്ങുക. അങ്ങനെ പ്രമേയം എഴുതിക്കൊണ്ടുപോയി പ്രമേയം അവതരിപ്പിക്കാവുന്നതാണ്. അങ്ങനെ പ്രമേയം എഴുതിക്കൊണ്ടുപോയി ഗ്രാമസഭയിൽ അധ്യക്ഷന് കൊടുത്തതിന് ശേഷം പ്രമേയം അവതരിപ്പിക്കാവുന്നതാണ്. അതിൻ്റെ എട്ടാമത്തെ ഭാഗം, ഏതെങ്കിലും പദ്ധതിയോ പ്രോജക്റ്റോ പ്ലാനോ പ്രകാരം ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കേണ്ടി വരുമ്പോൾ അതിൻ്റെ അർഹതയുടെയും മുൻഗണനാക്രമത്തിൻ്റെയും മാനദണ്ഡം പദ്ധതിയിലോ പ്രോജക്റ്റിലോ പ്ലാനിലോ പറഞ്ഞിട്ടുള്ള വ്യവസ്ഥകൾക്കും നിബന്ധനകൾക്കും വിധേയമായി പഞ്ചായത്തുകൾ നിശ്ചയിക്കേണ്ടതും അങ്ങനെയുള്ള മാനദണ്ഡങ്ങൾ നിർണയിക്കപ്പെട്ട പ്രകാരം പരസ്യപ്പെടുത്തേണ്ടതുമാണ്. അങ്ങനെ ഗ്രാമസഭാംഗങ്ങളെ അറിയിക്കേണ്ടത്. അപ്പം നമ്മൾ പറഞ്ഞത് വളരെ വ്യക്തമായി മനസ്സിലാക്കുക. ഏതെങ്കിലും പദ്ധതിയോ പ്രോജക്റ്റോ പ്ലാനോ അതുപ്രകാരം ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കേണ്ട പദ്ധതിയാകുമ്പോൾ അതിനുള്ള അർഹതയുടെയും മുൻഗണനാക്രമത്തിൻ്റെയും മാനദണ്ഡം പദ്ധതിയിലോ പ്രോജക്റ്റിലോ പ്ലാനിലോ പറഞ്ഞിട്ടുള്ള വ്യവസ്ഥകൾക്ക് വിധേയമായി പഞ്ചായത്തുകൾ നിശ്ചയിക്കണം. ഇപ്പോൾ സർക്കാർ എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരോ മാനദണ്ഡം നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ മാനദണ്ഡം ആര് നിശ്ചയിക്കണം? പഞ്ചായത്ത് നിർണയിക്കണം. അനുമോളെ ആ ഓടി വന്നോ ഭാഗ്യ. ഇപ്പോൾ പാർലമെന്റോ നിയമസഭയോ ജില്ലാ പഞ്ചായത്തോ ബ്ലോക്ക് പഞ്ചായത്തോ ഒരു പദ്ധതിയുടെ മാനദണ്ഡങ്ങൾ തീരുമാനിച്ചില്ലെങ്കിൽ ആ മാനദണ്ഡം ആരാണ് തീരുമാനിക്കേണ്ടത്? പഞ്ചായത്ത് തീരുമാനിക്കണം. പഞ്ചായത്ത് അങ്ങനെ തീരുമാനിക്കുന്ന മാനദണ്ഡം പരസ്യപ്പെടുത്തണം, ഗ്രാമസഭാ അംഗങ്ങളെ അറിയിക്കണം. അപ്പം മാനദണ്ഡപ്രകാരമാണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ പോരാ. ആ മാനദണ്ഡം എന്താണെന്ന് ആരറിയണം? ഗ്രാമസഭാ അംഗങ്ങൾ അറിയണം. അപ്പോൾ നിലവിൽ ഏതെങ്കിലും മാനദണ്ഡം പ്രസിദ്ധപ്പെടുത്തിയില്ലെങ്കിൽ മാനദണ്ഡം പ്രസിദ്ധീകരിക്കണമെന്ന് പറയണം. അടുത്തത് 9, ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിനായി അപേക്ഷകൾ ക്ഷണിക്കുകയും ലഭിക്കുന്ന അപേക്ഷകൾ മേൽ അന്വേഷണം നടത്തുകയും ചെയ്ത ശേഷം ഗ്രാമപഞ്ചായത്ത് തയ്യാറാക്കി നൽകുന്ന അതതു ഗ്രാമസഭ പ്രദേശത്തുള്ള അപേക്ഷകരുടെ കരട് മുൻഗണനാ ലിസ്റ്റ് അപേക്ഷകരെ കൂടി ക്ഷണിച്ചുകൊണ്ടുള്ള യോഗത്തിൽ ഗ്രാമസഭ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കണം. അപ്പോൾ എവിടെ വെച്ചാണ് ഗ്രാമസഭയിൽ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത് എന്ന് ഇവിടെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ്? ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിനായുള്ള അപേക്ഷയിൽ അങ്ങനെ അവരെ ക്ഷണിക്കുകയും ലഭിക്കുന്ന അപേക്ഷകൾക്ക് മേൽ അന്വേഷണം നടത്തുകയും ചെയ്ത ശേഷം ഗ്രാമപഞ്ചായത്ത് തയ്യാറാക്കി നൽകുന്ന അതത് ഗ്രാമസഭാ പ്രദേശങ്ങളിലേക്കുള്ള അപേക്ഷകരുടെ കരട് മുൻഗണനാ ലിസ്റ്റ് അപേക്ഷകരെ കൂടി ക്ഷണിച്ചുകൊണ്ടുള്ള യോഗത്തിൽ ഗ്രാമസഭ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കണം. അപ്പോൾ വ്യക്തിഗത ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള അപേക്ഷകരാണെങ്കിൽ അപേക്ഷകരെ കൂടെ വിളിച്ചുകൊണ്ട് ഗ്രാമസഭയിൽ വെച്ചാണ് എന്ത് തീരുമാനിക്കുന്നത്? കരട് മുൻഗണനാ ലിസ്റ്റ് തീരുമാനിക്കേണ്ടത്. അർഹരായ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് അന്തിമമായി തയ്യാറാക്കി ഗ്രാമപഞ്ചായത്തിൻ്റെ അംഗത്തിന് നൽകേണ്ടതാണ്. അപ്പം
മാനദണ്ഡങ്ങൾ എല്ലാം പാലിച്ചുകൊണ്ട്